നോളജ് മന്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ആർട്ട് ആൻഡ് കൾച്ചറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ ഇമ്പോർട്ടൻറ്റുമായ ഒരു ടോപ്പിക്കാണ് ഇത്. നടരാജ വിഗ്രഹത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നൃത്തത്തിൻ്റെ ദൈവമായി കണക്കാക്കുന്ന ശിവൻ നടരാജ വിഗ്രഹത്തിൽ 3 രൂപത്തെ പ്രതിനിധാനം ചെയ്യുന്നു. സൃഷ്ടാവ്, സംരക്ഷകൻ, സംഹാരകൻ എന്നിവയൊക്കെയാണ് ഇവ. നടരാജ വിഗ്രഹത്തെ തന്നെയാണ് ചിദംബര രഹസ്യം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള രഹസ്യം ഈ ശില്പത്തിൽ തന്നെയാണ് എന്നൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇതിനെ ടോപ്പ് സീക്രറ്റായി തുടർന്നു പോന്നിരുന്നു. തഞ്ചാവൂരിലെ ചിദംബര ക്ഷേത്രത്തിലാണ് നടരാജ വിഗ്രഹം സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ ചെന്നൈ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. AD 12-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. UPSCക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പാർട്ടാണ്. ഇതുവരെ നടരാജയെക്കുറിച്ചൊരു ഔട്ട്ലൈൻ മാത്രമാണ് പറഞ്ഞത്. ശിവന്റെ നൃത്തം കോംസിക് വേൾഡിൻ്റെ എൻഡായി കണക്കാക്കപ്പെടുന്നു, അതായത് ലോകത്തിൻ്റെ അവസാനം. നടരാജയുടെ മീനിങ് ലോർഡ് ഓഫ് ദ ഡാൻസ് എന്നാണ്. ഇത് നടരാജ വിഗ്രഹം നിർമ്മിക്കുന്നത് ചോള ബ്രോൺസ് ഏജിലാണ്. ശിവ ഈസ് ബാലൻസിങ് ഓൺ ഹിസ് റൈറ്റ് ലെഗ്സ്. ശിവൻ റൈറ്റ് ലെഗ്സിലാണ് ഫുൾ ബാലൻസ് കൊടുക്കുന്നത്. റൈറ്റ് ലെഗ്സ് കൊണ്ട് അപസ്മാരയെ സപ്രസ് ചെയ്യുന്നു. അപസ്മാര എന്നാൽ അജ്ഞതയുടെ രാക്ഷസനായി കണക്കാക്കപ്പെടുന്നു. ശിവന്റെ ലെഫ്റ്റ് ഹാൻഡിൽ ഭുജംഗത്രസിത ആണുള്ളത്. ഇതിൻ്റെ മീനിങ് ടിരോഭാവ, അതായത് ഭക്തന്റെ മനസ്സിലെ വ്യാമോഹത്തെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിഗ്രഹത്തിൻ്റെ 4 കൈകൾ നീട്ടിയിരിക്കുന്നു. മെയിൻ റൈറ്റ് ഹാൻഡിൽ അഭയഹസ്തയാണുള്ളത്. മുകളിലെ റൈറ്റ് ഹാൻഡിൽ ദമാരുവിനെ പിടിച്ചിരിക്കുന്നു. ഇത് ഫേവറേറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റായി കരുതപ്പെടുന്നു. ദമാരു റിതം കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. മെയിൻ ലെഫ്റ്റ് ഹാൻഡിൽ ഡോളഹസ്ത റൈറ്റ് ഹാൻഡിലെ അഭയഹസ്തയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പർ ലെഫ്റ്റ് ഹാൻഡിൽ ഫ്ലെയിം ആണുള്ളത്, അതായത് തീജ്വാല വഹിക്കുന്നു. മുഴുവൻ ഡാൻസിലും ജ്വാലമാല സറൗണ്ട് ചെയ്തിരിക്കും. തീജ്വാലയിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ശിവൻ ഡാൻസ് ചെയ്യുന്നത്. പല വേരിയേഷനിലും പല മോഡലിലായിട്ട് നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. സിവിൽ സർവീസ് എക്സാമിനും അതേപോലെ തന്നെ KAS എക്സാമിനും ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപസ്മാരയെക്കുറിച്ചും അതേപോലെ തന്നെ ഹാൻഡ്സ് ആൻഡ് ലെഗ്സിനുണ്ടാവുന്ന പ്രത്യേകതകളെക്കുറിച്ചും ഒക്കെയാണ് ചോദിക്കുക. ആ ഒരു ഭാഗങ്ങൾ ലെഗ്സ് ആൻഡ് ഹാൻഡ്സിൽ ഒത്തിരി കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ പുതിയ ക്ലാസ്സുകൾ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.